ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദനേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രദർപ്പഹരണം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാരിമാരാനന്ദമോടെ വാടങ്ങളിൽ ഓരോ തരമലങ്കാരങ്ങൾ ചേർത്തവർ അപ്പമടകളും പക്കപൂപങ്ങളും ശില്പമായി മറ്റുമുണ്ടാക്കി ഭോജ്യാദിയും നന്ദാദികൾ പർവ്വതത്തെ അലങ്കരിച്ചുന്നതമാം കൊടിത്തോരണം തൂക്കിനാർ. വാദ്യം പലതും പതിപ്പിച്ചു മേളിച്ചിതാദ്യനാം കൃഷ്ണനോടുമൊരുമിച്ചവർ ഗോകുലത്തെയും അലങ്കരിച്ചങ്ങനെ ഗോവർദ്ധനത്തെയും 3 വലം വെച്ചു. വന്ദികൾ നാദവും വേദധ്വനി ഹോമം നന്ദാദി ഗോകുലവാസികൾ ഘോഷവും അങ്കനമാരുടെ നൃത്തഗീതങ്ങളും മംഗലധൂപദീപാദികൾ കൊണ്ടുടൻ പായസം അപ്പമടകൾ അനവധി മായമെന്നീ വച്ചു പൂജിച്ചതു കണ്ടു. മോദേന കൃഷ്ണനും പർവ്വതം ഭേദിച്ചു പാദാദികേശമതിസ്ഥൂല രൂപനായി പർവ്വതാകാരനായി നിന്നു. നിവേദ്യാദി സർവവും ഭക്ഷിച്ചു പർവ്വതം ഞാനെന്നും നല്ലവണ്ണം വരുമെന്നും അനുഗ്രഹിച്ചെല്ലാവരും കേൾക്കുമാറു പറഞ്ഞതു. ദേവകളൊക്കെ പ്രസാദിച്ചിരുന്നതു കേവലം വാക്കുകൾ കേട്ടു പ്രസാദിച്ചു. വന്ദിച്ചിദേവരും കൃഷ്ണനും വന്ദിച്ചു പർവ്വതം പ്രത്യക്ഷമായി കണ്ടതു മൂലം. സർവരും തുഷ്ടരായി വന്നിതതു നേരം മായാമയമായ പർവ്വതാകാരവും പോയിതതും കൃഷ്ണമായാമഹിമകൾ രാമനും കൃഷ്ണനും ഭൂദേവ ഗോപാലരാമോദമോടി വ്രജവുമകമ്പുക്കാർ മായാമയൻ തന്റെ ലീലാവിശേഷങ്ങൾ മാനവേന്ദ്ര ഭവാൻ കേട്ടുകൊള്ളിന്നെയും. വൃത്താന്തമെല്ലാം അറിഞ്ഞോ മഹേന്ദ്രനും ക്രുദ്ധനായി മേഘങ്ങളോടു കൽപ്പിച്ചിതു. കേൾപ്പിനൊരു അത്ഭുതം ഗോപാലകൃഷ്ണന്റെ മൂപ്പുകൾ പോഷ്കിന്നതി ശ്രേഷ്ഠനാമവൻ
നന്ദാദികളെ പറഞ്ഞു ഭേദിപ്പിച്ചു നിന്ദിച്ചു നമ്മുടെ യജ്ഞഹവർഭാഗം ഗോവർദ്ധനത്തിനാക്കിയിടിനാനിക്കാലം ചാവതിനായവൻ ചെയ്തിതു ദുഷ്കൃതം കഷ്ടമതിന്നു ഗോവൃന്ദത്തിനു മീതി വൃഷ്ടി ചെയ്തൊക്കവേ നഷ്ടമാക്കിയിടുവിൻ മുമ്പിൽ നടപ്പിൻ വഴിയേ വരും ഞാൻ മുമ്പരുമായെന്നു കൽപ്പിച്ചയച്ചിതു മേഘവൃന്ദങ്ങൾ നടന്നുപോയി ഗോകുലമാകവേ പൊക്കു പരന്നിതങ്ങമ്പരേ അന്ധകാരമയമായതു ഗോകുലം ബന്ധമെന്തെന്നു ചിന്തിച്ചിരിക്കും വിധോ പാരം ഇടികളും ഘോരമാം വർഷവും മാരിയോടുൾച്ചേർന്നു മിന്നലുമേറ്റമായി സ്തംഭസമാനം മഴത്തുള്ളിയോരോന്നു കമ്പം കലർന്നു തളർന്നിതുമേദിനി അശ്മവർഷങ്ങളുമുണ്ടായിടയിടെ വിശ്വമെല്ലാം ഇളക്കിയിടുന്ന വായുവും ഘോരമീ വണ്ണം മഴ കൊണ്ടു ദീനരായി ധീരത വിട്ടു നന്ദാദികൾ ചൊല്ലിനാർ കൃഷ്ണ കൃഷ്ണ മഹാഭാഗോ ബലഭദ്ര ജിഷ്ണു സത്രം മുടക്കിയിടുക കാരണം ജിഷ്ണു നിയോഗേന മേഘവർഷം കൊണ്ടു വിഷ്ണു നശിച്ചു പോമിപ്പൂഴി സർവരും കൃഷ്ണനോടായി പറഞ്ഞതു പിന്നെയും ഗോകുലമെല്ലാം ക്ഷണേന നശിച്ചു പോം ഗോകുലനാഥ പാലിക്ക ദയാനിധി ദേവദേവേശൻ ജഗന്മയനേശ്വരൻ ദേവകീസൂനു ജഗൽപതി മാധവൻ പേടിയാകേതുമെന്നാശു പറഞ്ഞുടൻ ചാടിപ്പുറപ്പെട്ടു മുഷ്ടി ചുരുട്ടി അൻപോടു കുത്തിപ്പറിച്ചിടിനാൻ പർവ്വതം തന്നെ കയ്യാൽ കുടയായി പിടിച്ചതിൽ വന്നു പൊക്കിയിടുവിൻ ഗോക്കളോടി വരും മൽക്കരി നിന്നു ഗിരി വീഴുമെന്നതങ്ങൾക്കാമ്പിലോർത്തു പോകാവിനൊരുത്തരും കന്നുകൾ ബാലരും ഗോപനാരീകുലം കുന്നിൻ ഗുഹയിലിരുന്നിട്ടു പിന്നെയും വിസ്താരമുണ്ട് വളരെ അതിനകം പുത്തൻ കനകപ്രഭ കൊണ്ടു ശോഭിതം വാദവർഷങ്ങളുണ്ടെന്നുള്ള അവസ്ഥകളേതുമേ തോന്നീല സൗഖ്യമെന്നേ വേണ്ടു നമസ്തേ. അതിമനോഹരമായ ഈ ഭാഗം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം
വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രദർപ്പഹരണം വരികൾ സഹിതം തുടരും നാളെ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇതുപോലെ വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.